Hello friends. WH questions എങ്ങനെയാണ് പാസീവ് ആക്കുന്നത്? Yes or no? WH questions. Same process. നമ്മൾ എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആക്കുക. ഉദാഹരണത്തിന് what did you do? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം ഏതായിരിക്കും? ക്വസ്റ്റ്യൻ വേർഡ് മാറ്റിയിട്ടിട്ട് did you do? Did you do? Did do is equal to did. അപ്പോൾ you did what? അതിന് പകരം എന്താ സംതിങ് യു ഡിഡ് സംതിങ് എന്നല്ലേ, അതല്ലേ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പം സംതിങ് വാസ് ഡൺ ബൈ യു അല്ലേ? ഈ സംതിങ് എന്ന് പറയുമ്പോൾ വാട്ട് വാസ് ഡൺ ബൈ യു, അതാണ് വാസ്. Something was done by you. What was done by you? Right. അടുത്തത് നമുക്ക് നോക്കാം. Who taught you English? അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫ്രം എന്നതായിരിക്കും? Someone taught you English. ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്, പേഴ്സണൽ ഓബ്ജക്റ്റ് ഉണ്ട്, ഇതിനകത്തുണ്ട്. അപ്പം പേഴ്സണൽ ഓബ്ജക്റ്റ് വെച്ച് തുടങ്ങുക. You were taught English by someone. Someone വരെ who? അപ്പോൾ by who? By who എന്നുള്ളത് by whom? By whom were ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് where ആദ്യം where you taught English. Question mark. By whom were you taught English? So, മൂന്നാമത് why did he buy toys? So he bought statement will be why automatic there. Did he buy toys? Did he buy toys? Did buy is equal to bought. B-O-U-G-H. But he bought toys. Why? He bought toys. Why? Passive. Toys were bought by him. Why? Question word ആദ്യം കൊണ്ടുവരണം. Why are the verb. Why were toys bought by him? Why were toys bought by him? Questions. അടുത്തത് നാലാമത്തെ മനസ്സിലാവുന്നുണ്ടല്ലേ? അത് നമ്മൾ പണ്ട് ചെയ്തതൊക്കെ ഓർക്കണം, എല്ലാം പറ്റുന്നില്ല. ഹൗ ഡു യു ഡു ദാറ്റ്? മാറ്റിയിട്ട് ഡു യു ഡു ദാറ്റ്. ഡു യു ഡു എന്നുള്ളത് ഈസ് ഈക്വൽ ടു ഡു അല്ലേ? ക്വസ്റ്റ്യൻ ആകണ്ടല്ലോ. യു ഡു ദാറ്റ്. യു ഡു ദാറ്റ് ഹൗ? അപ്പം ദാറ്റ് ഈസ് ഡൺ ബൈ യു ഹൗ. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം കൊണ്ട് ഹൗ, വെർബ് അതിനുശേഷം ഹൗ ഈസ് ദാറ്റ് ഡൺ, ഹൗ ഈസ് ദാറ്റ് ഡൺ ബൈ യു. ക്വസ്റ്റ്യൻ ഹൗ ഈസ് ദാറ്റ് ഡൺ ബൈ യു ആണ് ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ വന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് വന്നാലും നമുക്ക് ഈസി ആയിട്ട് പാസീവ് ആക്കാൻ പറ്റും അല്ലേ? ശരിയല്ലേ? ഒരെണ്ണം കൂടെ ചെയ്യണം. എക്സാമ്പിളായിട്ട് ഒരെണ്ണം കൂടെ ചെയ്യാം. എന്നാ ചെയ്യേണ്ടത്? ഹൗ അല്ലെങ്കിൽ വൈ, വെൻ. When did you
when did you what eat your lunch? When did you eat your lunch? Question word മാറ്റിയിടുക. Did you eat എന്നുള്ള ate ആയി അല്ലേ? You ate your lunch. When ആയി അല്ലേ? അപ്പം your lunch was eaten by you when. Question word ആദ്യം കൊണ്ടുവരണം. When was your lunch eaten? By you എന്ന് വേണ്ടല്ലോ, അത് അണ്ടർസ്റ്റുഡ്. When was your lunch eaten? അങ്ങനെ ആരും നോർമലായിട്ട് ചോദിക്കില്ലെങ്കിൽ പോസിബിലിറ്റി ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും അതിനങ്ങ് സ്റ്റേറ്റ്മെൻ്റ് ആക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയി കഴിയുമ്പം നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അറിയാം. പിന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ യഥാവിധി നമ്മൾ ചെയ്യും. ബൈ.